CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഡോക്ടർ ഷിനാസ് ബാബു, ഷെറോണ റോയി എന്നിങ്ങനെ പല പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും നമ്മുടെ റിപ്പോർട്ടർ ഷഫീദ് റാവുത്തർ ആ വാർത്ത കേരളത്തെ അറിയിക്കും വരെ നിലമ്പൂരിൽ ഒരു കരുത്തൻ പോരാട്ടം കാഴ്ചവെക്കാൻ M. സ്വരാജ് വരുമെന്നാരും കരുതിയതല്ല. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കേവലം ഒരു ബൈ ഇലക്ഷനായി പോവേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിന് മുന്നിൽ തുറന്നിടുന്നത് വലിയൊരു രാഷ്ട്രീയ പോർമുഖം. ഒരു തർക്കവും വേണ്ട. വരും ദിവസങ്ങളിൽ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് പവൻമാറ്റ് രാഷ്ട്രീയ പോരാട്ടമാണ്. പൊളിറ്റിക്കൽ എൽ ക്ലാസിക്കോ. ഇവിടെ തൃക്കാക്കരയിൽ കണ്ടതാണ്. ഒരു നേതാവിന്റെ എഴുതി തുടങ്ങിയ ചുവരെഴുത്ത് മായ്ച്ച് മറ്റൊരു സ്ഥാനാർത്ഥി ഇറങ്ങിയതും പാർട്ടി അണികൾക്കിടയിൽ അതുണ്ടാക്കിയ നൈരാശ്യവും. നിലമ്പൂരിൽ അത് സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, CPM ഇറക്കാൻ കഴിയുന്ന ഏറ്റവും ആപ്റ്റ് കാൻഡിഡേറ്റാണ് M. സ്വരാജ്. തലപ്പക്കമുള്ള നേതാവാണ്. രാഷ്ട്രീയ നിലപാടിൽ, അത് പലസ്തീന്റെ കാര്യത്തിൽ, ബാബരി മസ്ജിദ് വിധിയുടെ കാര്യത്തിൽ, ഏറ്റവും ഒടുവിൽ യുദ്ധവിരുദ്ധ നിലപാടിൽ കല്ലേറുകൊണ്ട് നെറ്റിമുറിഞ്ഞാലും നിലപാട് മാറ്റാത്ത നേതാവാണ്. പുതിയൊരു കാലത്ത് പലരും പറയാൻ ഭയക്കുന്ന സെക്കുലർ നിലപാട് ഭയമില്ലാതെ പറഞ്ഞ നേതാവാണ്. ആര്യാടൻ ഷൗക്കത്തിനെന്താ നിലമ്പൂരിൽ തലപ്പൊക്കത്തിന് കുറവുണ്ടോ? ഒന്നും രണ്ടുമല്ല. സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം 6. മലയോരം അടക്കിവാണ് ആര്യാടൻ ലെഗസി മാത്രമല്ല ഷൗക്കത്തിന്റെ കൈമുതൽ. കുട്ടിക്കാലം മുതൽ കണ്ടും കേട്ടും പഠിച്ച രാഷ്ട്രീയം പയറ്റിത്തെളിഞ്ഞ നേതാവാണ്. പഞ്ചായത്തിൽ മത്സരം ജയിച്ച് പഞ്ചായത്ത് അധ്യക്ഷനായി അടിത്തട്ടിന്റെ പൾസറി നേതാവാണ്. മനുഷ്യവേദന മനസ്സിലാക്കുന്ന ഒരു കലാകാരനാണ്. നിലമ്പൂരിന്റെ നേതാക്കൾ ഏറ്റുമുട്ടാനിറങ്ങുമ്പോൾ രാഷ്ട്രീയം പെരുമഴക്കാലത്തെ ചാലിയാറ് പോലെ കലങ്ങിമറിയുമെങ്കിലും ഒരു കാര്യം ഉറപ്പ്, അവിടെ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടം. നടക്കാൻ പോകുന്നത് കാമ്പും കാതലുമുള്ള രാഷ്ട്രീയ സംവാദങ്ങൾ. ആ ജനാധിപത്യ പോരാട്ടത്തിന് അഭിവാദ്യങ്ങൾ, സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ VK സനോജ്, ശ്രീ രാജു P. നായർ, ശ്രീ ഷാഫി ചാലിമടകൻ, BN ഹസ്കർ എന്നിവ ചർച്ചയിൽ ചേരും. അതിനു മുൻപ് നിലമ്പൂരെ LDF സ്ഥാനാർത്ഥി ശ്രീ M. സ്വരാജ് അല്പസമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ M. സ്വരാജ്, അവിടെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നില്ല. സാക്ഷാൽ കുഞ്ഞാലി ജയിച്ച മണ്ണാണ്. കുഞ്ഞാലിയുടെ ചോര വീണ മണ്ണാണ്. P. ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചു. എങ്കിലും പിന്നീട് TK ഹംസ അടക്കം നമ്മൾ കണ്ടത് CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണങ്ങളാണ്. ഇക്കുറി അത് വേണ്ട, പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി, അതും ഒരു സെക്രട്ടേറിയറ്റ് അംഗം മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയത് എന്തുകൊണ്ടാണ് ശ്രീ M. സ്വരാജ്? നിലമ്പൂരിൽ സ്വതന്ത്രരെ മാത്രമല്ല, നിലമ്പൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നിരവധി തവണ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പാർട്ടി ചിഹ്നത്തിലോ അല്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിലോ മാത്രം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ള ഒരു മണ്ഡലമേ അല്ല. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചു, ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ശ്രീ M. സ്വരാജ്, ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളും അവിടുത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ കാണുന്ന പുതിയ കാല രാഷ്ട്രീയത്തിൽ നേതാക്കൾക്കിടയിലുള്ള രാഷ്ട്രീയ സൗഹൃദം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതോ ശരിക്കും വൈരം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ഇന്നത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല സുഹൃത്താണ് എന്ന് പറയുന്നുണ്ട്. താങ്കളുടെയും സുഹൃത്താണ്. അപ്പോൾ ശ്രീ M. സ്വരാജ്, താങ്കൾക്കറിയാം വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിലമ്പൂർ കാണാൻ പോകുന്ന തീവാറും പോരാട്ടമാണ്. ഒരു തർക്കം വേണ്ട, തീവാറും പോരാട്ടമാണ്. ആ തീവാറും പോരാട്ടത്തിൽ തമ്മിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദം ഏതെങ്കിലും തരത്തിൽ ഉൾവലിയതിന് കാരണമാവുമോ ശ്രീ M. സ്വരാജ്? ഞാനങ്ങനെ കരുതുന്നേയില്ല, ഒരിക്കലുമില്ല. നമ്മൾ തെരഞ്ഞെടുപ്പിലെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ദ്വന്ദ്വയുദ്ധമായിട്ടൊന്നും ചിത്രീകരിക്കരുത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചില രീതികളുടെയൊക്കെ ഭാഗമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി. വളരെ കാലമായിട്ടുള്ള പരിചയവും അടുത്ത പരിചയവും സൗഹൃദവും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഈ അടുത്ത ദിവസം കൂടി ഞങ്ങൾ കണ്ടിരുന്നു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. പ്രഖ്യാപനത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തതാണ്. വ്യക്തിപരമായ പരിചയങ്ങൾക്കും സൗഹൃദത്തിനും ഒന്നും ഒരു വിഘാതവും തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ചു എന്നതുകൊണ്ടുണ്ടാവില്ല. നമുക്ക് മനുഷ്യർക്കിടയിലുള്ള ഐക്യവും സാഹോദര്യവും തന്നെയല്ലേ പ്രധാനം. നിലപാടുകളിൽ വിയോജിപ്പുണ്ടാവും, എതിർപ്പുണ്ടാവും, സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും എനിക്കുണ്ട്, തിരിച്ചും ഉണ്ടാവുമല്ലോ. അതൊക്കെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ശരി, രാഷ്ട്രീയത്തിനപ്പുറം ഒരു വൈരം വെച്ച് പുലർത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ശ്രീ M. സ്വരാജ്, എല്ലാ തെരഞ്ഞെടുപ്പുകളും, അത് ബൈ ഇലക്ഷൻ ആവട്ടെ അല്ലാതാവട്ടെ, ഭരിക്കുന്ന പാർട്ടിയോട് ഉയരുന്ന ചോദ്യം ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യം അത് സ്വാഭാവികമാണ്. അത് പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടു, അത് തൃക്കാക്കരയിൽ നമ്മൾ കണ്ടു, ഏറ്റവും കൂടുതൽ പാലക്കാട് അടക്കം ആ ചോദ്യം ഉയരുന്നതും ആ ചോദ്യത്തിന് കൃത്യതയോടെയും അല്ലാതെയും ഒക്കെയുള്ള മറുപടി നമ്മൾ കേട്ടതുമാണ്. ഇപ്പോൾ ഇന്ന് താങ്കളുടെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ തുടക്കത്തിൽ പറയുന്നത് ഇത് മൂന്നാം പിണറായി
അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ഭരണ തുടർച്ചയുടെ ആദ്യ വാതിൽ തുറക്കലാണ് എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് ഈ സർക്കാരിന്റെ ഭരണ വിലയിരുത്തലാകും എന്ന് നിലമ്പൂർ LDF സ്ഥാനാർത്ഥിക്ക് ഉറപ്പുണ്ട് അല്ലേ ശ്രീ എം സ്വരാജ്? ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ജനങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. ഒപ്പം ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന അങ്ങേയറ്റം അനീതി നിറഞ്ഞ നിലപാട്, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കൽ, മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള വെല്ലുവിളി, അക്കാര്യത്തിൽ LDF സ്വീകരിക്കുന്ന ഉറച്ച നിലപാട്, ഈ കാര്യങ്ങളെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. യെസ്, ശ്രീ എം സ്വരാജ്, ഇവിടെ PV Anwar ഇപ്പോഴും മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. നേരത്തെ ആര്യാടൻ അശോകത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ PV Anwaruമായി താങ്കൾക്ക് നല്ല സൗഹൃദമുണ്ട് എന്നാണ് എൻ്റെ ധാരണ. പോട്ടെ, സൗഹൃദത്തിനപ്പുറം PV Anwar ഫാക്ടർ എങ്ങനെ സ്വാധീനിക്കും? താങ്കൾ എത്രത്തോളം അത് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രത്തോളം സ്വാധീനിക്കുമെന്നാണ് ശ്രീ എം സ്വരാജ് കരുതുന്നത്? PV Anwar മത്സരിക്കുന്നതാണോ മത്സരിക്കാതിരിക്കുന്നതാണോ LDFനും LDFന്റെ സ്ഥാനാർത്ഥിക്കും വിജയസാധ്യതയ്ക്ക് നല്ലത് ശ്രീ എം സ്വരാജ്? ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് അത്രയധികം ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ഏതൊരാൾക്കും എന്ന പോലെ അദ്ദേഹത്തിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, സ്വാതന്ത്ര്യവും ഉണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ അദ്ദേഹവുമായിട്ടും വളരെ അടുത്ത പരിചയവും സൗഹൃദവും എല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ഒരു നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുമില്ല. അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഓക്കെ, ശ്രീ എം സ്വരാജ്, ഇത് താങ്കളുടെ മണ്ണിൽ നടക്കുന്ന ഒരു മത്സരമാണ്. ഒന്നത്. രണ്ട്, ഈ പറയുന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾ എടുക്കുന്ന ഒരു യുദ്ധവിരുദ്ധ നിലപാടുണ്ട്. ആ സമയം ഓർത്തു നോക്കണം, നമ്മളിവിടെ ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുന്നത് പോലെ പാകിസ്ഥാൻ ഉചിതമായ പാഠം പഠിപ്പിക്കണം എന്ന നിലപാടിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും, ഞാനടക്കം. എം സ്വരാജ്, താങ്കളുടെ നിലപാട് ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഭീതി ഒഴിഞ്ഞുപോയി. അതിനുശേഷം ഇപ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു യുദ്ധമുണ്ടാക്കുന്നത് ഇരുപക്ഷത്തെയും നാശങ്ങൾ മാത്രമാണ്, ഇരുപക്ഷത്തും അസമാധാനങ്ങൾ മാത്രമാണ്, ഇരുപക്ഷത്തും അസ്വസ്ഥതകൾ മാത്രമാണ് താങ്കൾ എഴുതിയത്. ഇപ്പോൾ വായിക്കുമ്പോൾ ഇറ്റ് മേക്സ് സെൻസ്. ശ്രീ എം സ്വരാജ്, ഞാൻ ചോദിക്കുന്നത് ആ യുദ്ധവിരുദ്ധ നിലപാടിലടക്കം, പലസ്തീൻ വിഷയത്തിലെ നിലപാടിലടക്കം, ഹമാസ് വിഷയത്തിലെ നിലപാടിലടക്കം, ഈ ബാബരി മസ്ജിദിന്റെ വിധി വരുമ്പോൾ ഏറ്റവും ആദ്യം നിലപാട് പറയുന്ന ആൾ ശ്രീ എം സ്വരാജാണ്. അങ്ങനെ പല നിലപാടുകളുടെ പേരിൽ താങ്കൾ ഒരുപാട് കല്ലെറിവുണ്ടുണ്ട്. പക്ഷേ നിലമ്പൂർ പോലും മണ്ഡലത്തിൽ ഞാൻ വ്യക്തിപരമായി ന്യൂനപക്ഷം, ഭൂരിപക്ഷം, അല്ലെങ്കിൽ ഏതെങ്കിലും മതം എന്നൊന്നും വേർതിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ ആയതുകൊണ്ട് ഏത് തരത്തിലാകും താങ്കളുടെ നിലപാടുകൾ അവിടെ സ്വാധീനിക്കപ്പെടുക എന്നാണ് ശ്രീ എം സ്വരാജിന്റെ ധാരണ? ഞാൻ തെരഞ്ഞെടുപ്പുകളെ അങ്ങനെ വിലയിരുത്തുന്ന ഒരാളെയല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വ്യത്യസ്ത നിലപാടുണ്ടെന്ന് കരുതണ്ട. LDF അങ്ങനെയല്ല. ഞങ്ങൾ വോട്ടർമാരെയാണ് കാണുന്നത്, ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട വോട്ടറെയല്ല. സ്വാഭാവികമായും എല്ലാ വോട്ടർമാരും ജനിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പശ്ചാത്തലമുള്ള കുടുംബത്തിലായിരിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ അതൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രത്യേകതകളാണ്. രാഷ്ട്രീയത്തിൽ അതിനൊന്നും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പാടില്ല. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ കാണാൻ, വിലയിരുത്താൻ, വോട്ടർമാരെ തുല്യമായി പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരമൊരു നിലപാടാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതെന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. ശരി, ശ്രീ എം സ്വരാജ്, പക്ഷേ താങ്കൾ മത്സരിക്കാൻ പോകുന്നത് നിലമ്പൂരേക്കാണ്. നാളെ താങ്കളവിടെ തീവണ്ടി ഇറങ്ങുകയാണ്. വലിയ സ്വീകരണമൊക്കെ അവിടെ LDFും CPM ഒക്കെ ഒരുക്കുന്നുണ്ട്. ശ്രീ എം സ്വരാജ്, ആ നിലമ്പൂരേക്ക് പോകുമ്പോൾ, നിലമ്പൂർ മണ്ഡലം ഒരു മലയോര മണ്ഡലമാണ്, താങ്കൾക്ക് എന്നേക്കാൾ നന്നായി അറിയാം. അവിടെ ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യമൃഗശല്യം ഈ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ സാധാരണ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം ആ മേഖലയുടെ വന്യമൃഗശല്യം ഉറപ്പായും സജീവ രാഷ്ട്രീയ ചർച്ചയാകാൻ പോകുന്ന വിഷയമാണ് എന്ന് താങ്കൾക്കറിയാം. അപ്പോൾ വന്യമൃഗശല്യം അവിടുത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അക്കാര്യത്തിൽ നിലമ്പൂരുകാരനായ എം സ്വരാജിന്റെ ടേക്ക് എങ്ങനെയാണ് ശ്രീ എം സ്വരാജ്? സ്വാഭാവികമായും ജനങ്ങൾ ചർച്ച ചെയ്യും. നമ്മളൊരു വിഷയം ചർച്ചയാക്കാൻ ശ്രമിക്കുക എന്നതല്ല, സ്വാഭാവികമായി ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. പല ആളുകളും ഈ ദുരന്തത്തിന് ഇടയായിട്ടുണ്ട്. അതിൽ ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരോട് സൗഹൃദം കാണിക്കുന്ന നിയമമാണ് ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ വന്യജീവി സംരക്ഷണ നിയമം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കേന്ദ്ര നിയമമാണ്. ആ നിയമം മനുഷ്യന്റെ സ്വത്തിനും ജീവനും മതിയായ പ്രാധാന്യം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നിയമമല്ല. അതിൽ ഭേദഗതി ഉണ്ടാവേണ്ടതുണ്ട്, മാറ്റമുണ്ടാവണം. മലയോര മേഖലയിലെ മനുഷ്യർക്ക്
സുരക്ഷിതമായി ജീവിക്കാൻ, കൃഷി ചെയ്യാൻ ഒക്കെ സാധിക്കണം. അപ്പോൾ അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി എത്ര ശക്തമായ നിലപാടാണ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. മലയോര മേഖല ആ നിലപാടിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത് മലനാടിന്റെ ആഗ്രഹമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. എല്ലാ കാര്യം ചർച്ചയാവട്ടെ. ഞാൻ പറഞ്ഞ നല്ല കാമ്പുള്ള, കേവലം വാക്പോരുകൾക്കപ്പുറം നല്ല കാമ്പുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവട്ടെ. സി എം സ്വരാജ്, BJP ഇപ്പോഴും സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന കാര്യം അറിയില്ല. ഇപ്പോഴത്തെ അല്പസമയം മുമ്പ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് എന്താണ്, മത്സരിക്കാതിരിക്കലും ഒരു രീതിയാണ്, അവിടെ പോയി ശക്തി കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പോയ കാലം നിലമ്പൂരിൽ BJP കിട്ടിയ വോട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ശക്തിയില്ല, അത് ന്യൂനപക്ഷ മേഖലയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. BJP മത്സരിക്കുമോ ഇല്ലെന്ന് ഉറപ്പില്ല. BJP മത്സരിച്ചാൽ അല്ലെങ്കിൽ BDJS ഉണ്ടെങ്കിൽ LDFിൻ്റെയും എം സ്വരാജിൻ്റെയും എതിരാളി UDF ആണോ അതോ NDA ആയിരിക്കുമോ? തീർച്ചയായിട്ടും UDFനെയാണ്. UDF ആണ് അവിടെ എതിരാളി. BJPയുടെ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കുന്നു. സാധാരണ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിച്ചില്ലല്ലോ. പക്ഷെ എല്ലായിടത്തും അവർ മത്സരിച്ചല്ലോ. ജയിക്കുന്ന മണ്ഡലത്തിലോ ജയസാധ്യതയുള്ള മണ്ഡലത്തിലോ മാത്രമല്ല, കുറച്ചു നാളായി എല്ലാ മണ്ഡലങ്ങളിലും BJP മത്സരിക്കാറുണ്ട്. അങ്ങനെയുള്ള BJPക്ക് പൊടുന്നനെ നിലമ്പൂരിൽ മത്സരിക്കണ്ട എന്ന് തോന്നുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നാട് ശരിയായി ചർച്ച ചെയ്യും, വിലയിരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സി എം സ്വരാജ്, താങ്കൾക്ക് നല്ല രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയട്ടെ. നല്ല രാഷ്ട്രീയ സംവാദങ്ങൾ വരുന്ന 20 ദിവസം അവിടെ ഉണ്ടാവട്ടെ. വിജയാശംസകൾ ശ്രീ എം സ്വരാജ്. നന്ദി. താങ്ക് യു. ശ്രീ എം സ്വരാജുമായി ഞാൻ നേരത്തെ സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം നല്ല തിരക്കിലാണ്. നല്ല തിരക്കിനിടയിൽ നമ്മളോട് അല്പസമയം ചെലവിട്ടെ എം സ്വരാജ്. താങ്ക് യു. ശ്രീ രാജു പി നായർ, ഇന്ന് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നു. എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്ന് ആരും കരുതിയതല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം എം സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച് പോസ്റ്റ് ഇട്ടത് അല്പസമയം അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് മാത്രം മുൻപാണ്. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി CPM പറയുകയല്ലേ, ഞങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഞങ്ങൾ പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് എന്ന കൃത്യമായ സന്ദേശം നൽകുകയല്ലേ ശ്രീ രാജു പി നായർ? ഞങ്ങൾ ആ പോരാട്ടത്തെ സ്വാഗതം ചെയ്യും. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആ പോരാട്ടമാണ്. കേരളത്തിൻ്റെ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണം, ആ ഭരണത്തെ ഏറ്റവും വസ്തുനിഷ്ഠമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവിടെ ചോദ്യം ചെയ്യുകയും വിചാരണ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മറ്റ് സ്വതന്ത്ര വേഷവും ഒക്കെ കെട്ടിക്കൊന്ന് സാധാരണ മറ്റ് തെരഞ്ഞെടുപ്പുകളിലെ അജണ്ടകൾ മാറ്റാൻ ശ്രമിക്കുന്ന പോലെ ഒരു ശ്രമം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ആത്മവിശ്വാസമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ CPM നിലമ്പൂർ ആ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കും തന്നെയാണിത്. അപ്പോൾ നിലമ്പൂർ സ്വരാജ് വരുമ്പോൾ സ്വരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളും എല്ലാം ചർച്ച ചെയ്യപ്പെടും. ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം എത്രമാത്രം ഒരു ജനങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് സംബന്ധിച്ചും നമ്മൾ ചർച്ച ചെയ്യപ്പെടും. നിങ്ങൾക്കറിയാം, ഞാൻ തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. അദ്ദേഹം എൻ്റെ നിയോജക മണ്ഡലത്തിലെ MLA ആണ്. അദ്ദേഹം എങ്ങനെയാണ് പക്ഷേ എന്റെ ചോദ്യം അതായിരുന്നില്ല. ശ്രീ രാജു പി നായർ, CPM അല്ല, ഞാൻ പറഞ്ഞത് ഓർത്തു നോക്കൂ, CPM നിലമ്പൂരിൽ വെക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ പിണറായി വിജയൻ മത്സരിച്ചാൽ പോലും അത്രയാവില്ല, നിലമ്പൂരിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് കാൻഡിഡേറ്റിനെ അവിടെ അവതരിപ്പിക്കുക വഴി ഞങ്ങൾ പോരാട്ടത്തിന് തയ്യാറാണ്, ഞങ്ങൾ പോരാടാനാണ് എന്ന അതിശക്തമായ കോൺഫിഡൻസ് CPM അണികൾ കൂടി നൽകുകയല്ലേ? എം സ്വരാജ് നാളെ അവിടെ ഇറങ്ങുന്നത് ആര്യാടൻ ഷൗക്കത്തിന് എത്രത്തോളം ഗുണകരമാണെന്നാണ് കോൺഗ്രസിന്റെ ധാരണ? ശ്രീ രാജു പി നായർ. അല്ല, നിങ്ങൾക്ക് CPM കിട്ടാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വസ്തുത അതാണോ എന്നുള്ള ചിന്തിക്കണം. നോക്കൂ, ഇപ്പോൾ ഇവിടെ ശ്രീ സ്വരാജ് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ നിലമ്പൂരിനെ സംബന്ധിച്ച വിഷയങ്ങളാണ്. നിലമ്പൂർ അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്ര വന്യജീവി ആക്രമണം അവിടെ ഉണ്ടായി എന്നുള്ളത് നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 2024 മുതൽ 2025 ജനുവരി വരെ ഏകദേശം 2 മാസം 6 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിങ്ങൾ എവിടെയെങ്കിലും സ്വരാജിനെ കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ സ്വരാജ് വന്യജീവി ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്തത് പരിധി നോക്കിയായിരുന്നു. നിലമ്പൂരിൽ 6 പേർ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഈ സ്വരാജിന് അതിനകത്തൊരു അഭിപ്രായം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ പോലും അഭിപ്രായം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിൽ എവിടെയെങ്കിലും സ്വരാജ് അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ട് നമുക്കറിയില്ല. നോക്കൂ, മലയോര സമരജാഥ നടത്തി കേരളം UDF ആ മലയോര സമരജാഥ നടത്തിയതിനു ശേഷം
കേരളത്തിന്റെ നിയമസഭയിൽ ബഫർ സോണിനെ സംബന്ധിച്ച് ഞങ്ങൾ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ആ അടിയന്തര പ്രമേയത്തിന്റെ അവസാനത്തിൽ ചരിത്രത്തിൽ ഒരിക്കലും ആദ്യമായിട്ട് ഭരണപക്ഷത്തിന് അവർ ഇറക്കിയ ഒരു ഉത്തരവ് ആ അടിയന്തര പ്രമേയത്തിൽ വെച്ച് റദ്ദ് ചെയ്യേണ്ടി വന്നു. നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ബഫർ സോണാണ്. എന്താണ് സ്വരാജിന്റെ നിലപാട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വരാജിന്റെ നിലപാട്? കാർഷിക മൂല്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാർഷിക വിളകളെ സംബന്ധിച്ച് ഉള്ള പ്രശ്നത്തിൽ സ്വരാജിന്റെ നിലപാട് എന്തായിരുന്നു? ഇതൊന്നുമില്ല. അപ്പൊ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഒന്നും ഒരു രാഷ്ട്രീയവും പറയാത്ത ഒരാള് നിലമ്പൂരിന് ഏറ്റവും സ്വീകാര്യനായ ഒരാൾ കിട്ടിയെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ഒരാളെ ഇപ്പോ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി വോട്ടുകൾ ഒഴുകിപ്പോകുന്നത് തടയുന്നതിന് വേണ്ടി കണ്ടെത്തി എന്നുള്ളതാണ്. വോട്ടുകൾ ഒഴുകിപ്പോകുന്നതാണ് ഇന്ന് CPM അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശരി സനോജ്, അങ്ങനെയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ ഒരു 30 സെക്കൻഡ്. അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പാർട്ടി വോട്ടുകൾ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളത്. നോക്കൂ, ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആറ്റിങ്ങലാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും കണ്ണൂരാണെങ്കിലും എല്ലാം പ്രവർത്തന റിപ്പോർട്ടിൽ CPM കണ്ടെത്തിയ എന്താ? പാർട്ടിയുടെ വോട്ടുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് കൊണ്ട് പാർട്ടി വോട്ടുകൾ കൊഴിഞ്ഞു പോകാതെ ഇരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചിന്ത. ഇപ്പൊ അൻവർ ഒരു ഘടകമായിട്ട് വരികയാണെങ്കിൽ അൻവർ ഉയർത്തിയത് പാർട്ടിക്കകത്തുള്ള ആ പാർട്ടി കൃത്യമായിട്ട് അതിനകത്ത് രണ്ടഭിപ്രായത്തിൽ നിലമ്പൂരിൽ നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അതുകൊണ്ട് നിലമ്പൂരിൽ അൻവർ മത്സരിക്കുകയോ അല്ലെങ്കിൽ അൻവർ UDFനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അൻവർ ഒരു ഘടകമാണെങ്കിൽ അൻവർ CPM ഉണ്ടാക്കാൻ കഴിയാവുന്ന ഡാമേജ് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യം നമുക്ക് നോക്കാം. പക്ഷെ അൻവറിന് അതിൽ ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല. അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല. അവരെ പോരാട്ടം അങ്ങനെ കടുക്കുകയാണെങ്കിൽ ഓരോ വോട്ടും നിർണായകമാവുന്ന സാഹചര്യത്തിൽ PV അൻവറിനെ മുന്നണിയിലേക്കോ അല്ലെങ്കിൽ PV അൻവറിന്റെ ഒരു ഡിമാൻഡും അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതാണോ എന്നൊക്കെ നമുക്ക് അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം. VK സനോജ്, അങ്ങനെയുണ്ടോ? ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇന്ന് രാവിലെ ഉച്ചവരെ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വളർന്നു വരുന്നുണ്ടോ നോക്കി നിൽക്കുകയായിരുന്നു CPM. അതിനുശേഷം മറ്റു വഴികളില്ലാതെ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞു. അത് താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഒപ്പം VK സനോജ്, ഉറപ്പായും നമ്മൾ തൃക്കാക്കരയിൽ ഇവിടെ അഡ്വക്കേറ്റ് KS അരുൺകുമാറിന്റെ ഇവിടെ ചുവരെഴുത്തുകൾ മായ്ക്കുന്നതും പകരം ഒരു സ്ഥാനാർത്ഥി വരുന്നതും അത് രാഷ്ട്രീയ പോരാട്ടം അല്ലാതായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നിലമ്പൂരിൽ അത് സംഭവിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ തന്നെ നിലമ്പൂരിൽ ഊടുപാട് അവിടെ CPM പ്രവർത്തകർ തെരുവിലുണ്ട്, വലിയ ആവേശത്തിലാണ്. ആ ആവേശം നിലമ്പൂരിനെ സീറ്റ് നിലനിർത്താൻ പോകുന്ന കരുത്താക്കി മാറ്റാൻ കഴിയുമെന്ന കോൺഫിഡൻസ് CPM-നുണ്ടോ? VK സനോജ്. തീർച്ചയായിട്ടും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലമ്പൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുത്തത് എന്ന് ഹാഷ്മിയുടെ ആളുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ അറിയാൻ വേണ്ടി കഴിയും. ഇന്ന് നിലമ്പൂരിൽ ഗ്രാമാന്തരങ്ങളിൽ എത്രയെത്ര ആവേശകരമായ പ്രകടനങ്ങളാണ് നടന്നത്. അപ്പോൾ നിലമ്പൂരിലെ ജനത ഒറ്റക്കെട്ടായി കക്ഷിരാഷ്ട്രീയതീതമായി സഖാവ് സ്വരാജിനെ ഏറ്റെടുത്തതിൻ്റെ വെപ്രാളത്തിലാണ് UDFൻ്റെ ക്യാമ്പ് ആകെയുള്ളത്. അപ്പോൾ UDFൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയേ. UDF കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ UDF ആരെ കൂട്ടിയിട്ട് നേരിടാനാണ് ഉദ്ദേശിച്ചത്? അൻവറിനെ കൂട്ടി നേരിടാനാണ്. അൻവറിൻ്റെ ബലത്തിലായിരുന്നു UDFൻ്റെ ആദ്യകാല വർത്തമാനങ്ങളെല്ലാം. പക്ഷേ അൻവർ ഈ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആദ്യം വെടിപൊട്ടിച്ചു. അപ്പം തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം സമ്മതിച്ചിരിക്കുന്നു. അവർക്കിപ്പോൾ ചാനൽ ചർച്ചയിൽ അത് സമ്മതിക്കാൻ കഴിയില്ലല്ലോ. അപ്പം എന്താ പറഞ്ഞത്? ഈ സ്ഥാനാർത്ഥി ഒന്നിനും കൊള്ളാത്ത സ്ഥാനാർത്ഥിയാണ്. ആരാ പറയുന്നത്? അൻവർ എന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ ബലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ ഇവർ നേരിടാൻ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അൻവറിനെ ചാടാനും കഴിയുന്നില്ല. അൻവറാണെങ്കിൽ ഇവർ പറഞ്ഞ വഴിയിലേക്ക് വരുന്നുമില്ല. അൻവർ പറഞ്ഞു ഇവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ജോയിയാണ്, ഇവിടെ മലയോര ആളുകളുടെ മനസ്സറിയുന്ന സ്ഥാനാർത്ഥി ജോയിയാണ്. മാത്രമല്ല ഈ ആര്യാടൻ ഷൗക്കത്തിന് സിനിമ പിടിക്കാനേ അറിയൂ, അയാൾ സിനിമ പിടിക്കേണ്ട ആളാണ്, അയാൾക്കൊന്നും രാഷ്ട്രീയത്തിൽ ഒരു കാര്യവുമില്ല, അയാളെക്കുറിച്ച് എന്നെക്കൊണ്ട് പലതും പറയിപ്പിക്കരുത്, അത് പറയാൻ ഇടയാക്കരുത് എന്ന ഭീഷണിയും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇവരുടെ പാളയത്തിൽ ഇന്നുള്ള ഒരാൾ ഇത്ര വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ട് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇവർക്കില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുന്നത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാതെ ഇപ്പോഴും കയ്യാലപ്പുറത്ത് ഇങ്ങനെ തേങ്ങ പോലിരിക്കുകയാണ്. അവരുടെ പാളയത്തിലുള്ള ആളാണെങ്കിൽ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ചർച്ച നടത്തി എന്നൊരാൾ പറയുമോ? അവരുടെ പാളയത്തിലല്ലെങ്കിൽ എന്തുകൊണ്ട് അൻവറിൻ്റെ വോട്ട് വേണ്ട, അൻവറിനെ തള്ളിപ്പറയുന്നില്ല? ഇവർ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആദ്യ സെക്കൻഡിൽ തന്നെ വെടിവെട്ടിച്ച ഒരാളെ ഒരു വാക്കുകൊണ്ട് അകറ്റി നിർത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചോ? എന്താ പറഞ്ഞത്?
എന്തെങ്കിലും പരസ്യമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞോ? ഇപ്പോഴും ഇവരാളെ വിടുകയാണ്. കുഞ്ഞാലിക്കുട്ടിയെ വിടുന്നു, മറ്റുള്ള ആളുകളെ വിടുന്നു, മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ആളെ വിടുന്നു. അങ്ങോട്ട് പോകല്ല, എങ്ങനെയെങ്കിലും നമുക്ക് സെറ്റിൽ ചെയ്യാം, എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ച് നിൽക്കല്ലേ അപ്പുറോ ഇപ്പുറോ. അതൊരു ഗതികേട് തന്നെയാണ്. അത് വല്ലാത്ത ഗതികേടാണത്. അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ നിലപാടിനെക്കുറിച്ച്, എം സ്വരാജ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചൊക്കെ ചില സംശയങ്ങൾ രാജു പി നായർ വളരെ ഭംഗ്യന്തരേണ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം എന്തോ അവിടെ പോയില്ല, ഇവിടെ പോയില്ല, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ രാഷ്ട്രീയ നിലപാടാണുള്ളത്. പിന്നെ വന്യജീവി പ്രശ്നത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നണി സംവിധാനം സ്വീകരിക്കുന്ന നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമത്തിൻ്റെ അപര്യാപ്തത സംബന്ധിച്ചാണ്. ആ അപര്യാപ്തത, ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അത് മറികടക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ആർക്കും അറിയാത്ത കാര്യമില്ല. അതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ് ഈ വന്യജീവികളെല്ലാം കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്ന നിലയിലേക്കുള്ള അവതരണം ഒട്ടും രാഷ്ട്രീയമായി അന്തസ്സുള്ള കാര്യമല്ല. ഇവരുടെ ഭരണം നടത്തുന്ന കർണാടകയിൽ പ്രശ്നങ്ങളുണ്ട്, വന്യജീവി ഇറങ്ങുന്നുണ്ട്, ആളുകളെ കൊല്ലുന്നുണ്ട്. അതിനെല്ലാം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലേക്കാൾ കൂടുതലാണെന്ന് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അവിടെയുള്ള ഗവൺമെൻറ് മാത്രം പ്രശ്നം കൊണ്ടാണോ എന്ന് പറയാൻ കഴിയില്ല. ഇതെല്ലാം ഒരു കേന്ദ്ര നിയമത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ എം സ്വരാജിനും തർക്കമില്ല. ഈ നിയമത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കും തർക്കമുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ പ്രശ്നമെല്ലാം മുൻനിർത്തിയിട്ട് എം സ്വരാജ് അവിടെ പോയിരുന്നോ, ഇവിടെ പോയിരുന്നോ, പുലിയെ പിടിക്കാൻ പോയിരുന്നോ, പുലി കാടിറങ്ങിയപ്പോൾ പുലിയുടെ പിന്നാലെ ഓടിയിരുന്നോ എന്നൊക്കെ പറയുന്നതും ഒരു രാഷ്ട്രീയ അന്തസ്സുള്ള അല്ല. നമുക്ക് ഈ വന്യജീവി പ്രശ്നം കുറച്ചുകൂടി ഡീറ്റെയിൽ ചർച്ച ചെയ്യണം. നമുക്ക് ഇപ്പോൾ സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിലേക്ക് എത്താം. ശ്രീ ഷാഫി ചാലിയം, ഇവിടെ എം സ്വരാജ് എന്ന് പറയുന്ന നേതാവ് ഇടയ്ക്കൊരു സമയം നടത്തിയ പിതൃശൂന്യ മാധ്യമപ്രവർത്തനം, അല്ലെങ്കിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ധിക്കാരപൂർണ്ണമായ സമീപനം, അല്ലെങ്കിൽ പുച്ഛം, പരിഹാസം, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ, ഇതൊക്കെ ആരോപണങ്ങളായി ആ നേതാവ് എതിരെ നിൽക്കുമ്പോൾ തന്നെ എം സ്വരാജ് എന്ന് പറയുന്ന ആ വ്യക്തി മുന്നോട്ട് വെക്കുന്ന നല്ല കറകളഞ്ഞ രാഷ്ട്രീയ നിലപാടുണ്ട്, നല്ല ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പം ഹമാസ് അവിടെ കയറി കാട്ടിക്കൂട്ടിയത് ശരിയാണെന്ന് കരുതുന്ന ആളല്ല ഞാൻ. ഒരു നിരപരാധികളെയും കൊല്ലൽ ഏതെങ്കിലും യുദ്ധതന്ത്രമാണെന്ന് കരുതുന്ന ആളുമല്ല ഞാൻ. പക്ഷേ ആ സമയത്ത് അവിടെ പലസ്തീനിൽ സംഭവിക്കുന്നത് എന്താണെന്നും ഓൺ എ ഫൈൻ ഡേ ഹമാസ് അങ്ങോട്ട് കയറി ചെയ്തതല്ല എന്നും ആർജവത്തോട് ഉറക്കെ പറഞ്ഞ നേതാവിൻ്റെ പേരെന്താണ്? മറ്റാര് പറയുന്നതിനേക്കാളും മുന്നേ പറഞ്ഞു. ആര് പറഞ്ഞു? എം സ്വരാജ് പറഞ്ഞു. അയോധ്യ വിധി വന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ നിലപാട് നിഷ്കളങ്കരെ എന്ന് തുടങ്ങുന്ന വളരെ പ്രശസ്തമായ ആ ക്യാപ്ഷൻ അടക്കം എം സ്വരാജ് പറഞ്ഞു. ഈ പറയുന്ന സെക്കുലറിസത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന നിലപാടുകൾ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ലാതെ പറഞ്ഞിട്ടുണ്ട് എം സ്വരാജ്. ആ നിലപാടിൻ്റെ മാറ്റുരക്കൽ കൂടിയാവില്ലേ നിലമ്പൂരെ പോരാട്ടം? ഷാഫി ചാലിയം. ഇല്ല, രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് പല വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നാറുണ്ട്. അവരുടെ ചില സ്റ്റാൻഡ്സ് കാണുമ്പോഴാണ് നമുക്കങ്ങനെ തോന്നാറ്. അത്തരത്തിൽ വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് എം സ്വരാജ്. ഇത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. പല ഘട്ടങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ, അഗാധമായ പരന്ന പുസ്തക വായന, അദ്ദേഹത്തിൻ്റെ അറിവുകൾ, ഡിബേറ്റിനൊക്കെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് അത് ഞങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങളാണെങ്കിൽ പോലും ആസ്വദിക്കാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പി ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന, ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹനം നടത്തുന്ന മറ്റൊരു നേതാവ് ഞാനൊന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഞങ്ങൾക്ക് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. 2 UDF അവിടെ കൊണ്ടേ ഇരുത്തേണ്ട ആവശ്യമില്ല. ഇനി എന്ത് കുത്തിത്തിരിപ്പാണോ ആശ്മീൻ്റെ എനിക്കറിയില്ല. ശ്രീ രാജു പി നായർ അവിടെ ഉണ്ട്. എന്നെ ഇതിൽ ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്നോട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്ക് സ്വരാജിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. സ്വരാജിൻ്റെ പോരായ്മയുണ്ട്. ഞാൻ നല്ലത് മാത്രം പറയുന്ന അവിടെ നിർത്തിയിട്ട് പോരായ്മ പറയാൻ സമ്മതിക്കാതെ വഴിയിൽ എന്നെ തടസ്സപ്പെടുത്തിയാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആദ്യം അങ്ങൊന്ന് സമീപനം പാലിക്കും. എനിക്ക് സ്വരാജിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല അഭിപ്രായം. സ്വരാജിനെ കുറിച്ച് മാത്രമല്ല, രാജു പി നായരെ കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. പലസ്തീൻ വിഷയത്തിൽ സ്വരാജ് എന്താ ചെയ്തത്? സ്വരാജ് ഉഗ്രം നിലപാടെടുത്ത് പോയി. ഒരു ബോംബിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു നിലപാടെടുത്ത് പോവുക
എന്നതല്ല, അതിനപ്പുറമുള്ള ഒരു പരന്ന ചർച്ച ഉണ്ട്. ആ ചർച്ചകളിൽ എവിടെയും അദ്ദേഹം വന്നിട്ടില്ല. അവിടെ ആ സ്പേസ് ഫില്ല് ചെയ്ത വ്യക്തി ഈ ഇരിക്കുന്ന രാജു പി നായരെ പോലുള്ള ആളുകളാണ്. അത് നമ്മൾ കാണാതിരിക്കരുത്. പി ഗോവിന്ദപിള്ളയുടെ പേര് ഞാൻ പറഞ്ഞു. പി ജിയും ലോകവും എന്ന കൈരളി ടി വിയിലെ ഒരു പരിപാടിയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. അതിനുശേഷം ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിലമ്പൂരിൽ സ്വരാജിൽ സ്പേസ് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിൽ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടായി? കാലവർഷത്തെ എത്ര ഭയക്കുന്ന വേറൊരു സമൂഹമില്ല. ഈ കവളപ്പാറയിലും അതേപോലെ പോത്തുകല്ലിലും വയനാടിൻ്റെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകി വന്ന കയ്യും കാലുകളും തലയോട്ടികളും പോത്തുകല്ലിൽ ഇങ്ങനെ കൂട്ടിവെച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണോ? എന്തെല്ലാം ദുരന്തം അവിടെ ഉണ്ടായി. സ്വരാജ് എന്ന വ്യക്തി അവിടെ എവിടെയെങ്കിലും വന്നോ? നിങ്ങൾ ചിന്തിക്കേ, എവിടെയെങ്കിലും വന്നോ? നിലമ്പൂരിലെ അടിസ്ഥാന ജനങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോക്ക് ഇന്ന് ഞാൻ പരിശോധിക്കുകയായിരുന്നു. സ്വന്തം നാടാണെന്ന് പറഞ്ഞു. യെസ്, സമ്മതിക്കുന്നു. പോത്തുകല്ല് പഞ്ചായത്തിലാണ് സ്വരാജ് ജീവിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങളുടെ എന്ത് വിഷയത്തിനെ കുറിച്ച് ഒരു പോസ്റ്റെങ്കിലും അദ്ദേഹം എവിടെ ഇട്ടിട്ടുണ്ടോ? അല്ല സനോജെ, ഒരു മിനിറ്റ് ഞാനും പറഞ്ഞു കഴിയട്ടെ. രാഹുൽ ഗാന്ധിനെ അവിടെ നിർത്ത്. അപ്പം ഇവിടെ പ്രശ്നം, നമ്മൾ ഒരു പുലിയെ ഭയക്കുന്ന എന്തുകൊണ്ടാണ്? അതിന് ആക്രമണശേഷിയുള്ള പല്ലും നഖമുണ്ട്. പല്ലില്ലാത്ത എന്താണ് ഒരു പുലിനെ ആര് ഭയപ്പെടുമോ? ഇവിടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം UDF ഒരു ഭയപ്പാടിൻ്റെ പ്രശ്നമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ ആ നാട്ടുകാരനായിട്ടും അവിടുത്തെ മനുഷ്യരുടെ നിലവിളി കേൾക്കാനോ അവരെ കണ്ണീരൊപ്പാനോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത വ്യക്തിയാണ്. അപ്പൊ ഈ ദാർശനികത ദാർശനികതയും ആദർശവും നിലപാടും പ്രധാനമാണ്. ഇപ്പൊ ശരിയാണ്. ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാവുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാവും. BJP കാലത്തെ രാഷ്ട്രീയമടക്കം ചർച്ചയാവും, മതേതരത്വം ചർച്ചയാവും, സെക്കുലറിസം ചർച്ചയാവും. ശ്രീ ഷാഫി ചാലിയം M സ്വരാജിന്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടിയുറച്ച സെക്കുലർ നിലപാടുകളിൽ ഏതെങ്കിലും മായമുണ്ട് എന്ന് ഷാഫി ചാലിയം കരുതുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ലീഗ് നേതാവിനോടാണ്. ലീഗിന്റെ അണികൾക്ക് M സ്വരാജിന് വോട്ട് ചെയ്തുകൂടാന്നുണ്ടോ ശ്രീ ഷാഫി ചാലിയം? രണ്ട് കാര്യം ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം. ഒന്ന്, സ്വരാജിനെ കുറിച്ച് ഇൻട്രോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്, യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ നമ്മൾ ഒരുപാട് പേരെ ഈ രാജ്യത്ത് നമ്മൾ കാണുന്നുണ്ട്, വ്യത്യസ്ത പാർട്ടികളിലായിട്ട്. ഇവിടെ വിഷയം, ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ എന്തു വേണം? ഈ ആദർശവും നിലപാടുമാണോ നിലമ്പൂർക്കാർക്ക് പ്രശ്നം? നിലമ്പൂരിലെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രതിനിധിയെ വേണ്ടിയത്. ആദർശവും അല്ല, ഞാൻ പറയുന്നത് മലയിറങ്ങി വരുന്ന പുലിയും പ്രശ്നമാണ്, അതല്ലാത്തുള്ള അദൃശ്യ പുലികളും പ്രശ്നമാണ്. ആദർശവും നമ്മുടെ പ്രസ്ഥാനത്തിനാണ്. ഞാൻ പറഞ്ഞു കേൾക്കൂ, ഒരു നിലമ്പൂരുകാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ സ്വരാജിനോട് ചോദിച്ച ചോദ്യമുണ്ട്, ഈ മൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച്. PV അൻവറിനെ നിങ്ങൾ പുറത്താക്കും മുമ്പ്, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ കൂടാരം വിടും മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് PV അൻവർ ശ്രദ്ധേയമായൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ബജറ്റിൽ ഈ മൃഗസംരക്ഷണ വകുപ്പ് അല്ലെ വനം വകുപ്പ് ഈ ഫെൻസിങ്ങിന് വേണ്ടി നീക്കി വെച്ച പൈസ വളരെ നാനോ തുകയാണ്. വലിയ കെട്ടിടങ്ങൾ ഫോറസ്റ്റിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി വലിയ ഗസ്റ്റ് ഹൗസുകൾ നിർമ്മിക്കുകയാണ്. അവിടെ ഒന്നും കിടക്കാനോ ഉപയോഗിക്കാനോ ആരുമില്ല. എന്നാൽ ജനങ്ങളുടെ ജീവനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഫെൻസിങ്ങിന് വേണ്ടി ഈ ഗവൺമെന്റ് വളരെ നാനോ തുകയാണ് എന്നൊരു വാദം. ഇത് അൻവർ ഇടതുപക്ഷ MLA എന്ന കപ്പാസിറ്റി വരെ പറയണ്ടായി. ഇതല്ല കേന്ദ്രം നിയമം അടക്കട്ടെ, മൃഗങ്ങൾ കടന്നു വരാതിരിക്കാൻ ഒരു ഫെൻസിങ് കെട്ടി ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഗവൺമെന്റ് എന്താ ജനങ്ങളെ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ജനപ്രതിയാകാനുള്ള യോഗ്യത എന്താണ്? ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടലാണ്. ആദർശം പറയൽ മാത്രമല്ല. ഒരു ദുരന്തമുണ്ടായാൽ ഒരു സാഹിത്യകാരന്മാരെ അവിടെ ഒന്ന് സന്ദർശിക്കുമോ? വൈക്കം മുഹമ്മദ് ബഷീർ ഏതെങ്കിലും ഭൂകമ്പം നടന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? അതേമാതിരി തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ സാഹിത്യകാരന്മാർ ദാർശനിക പോകുന്നുണ്ടോ? പോകാറില്ല. അതുപോലെ സ്വരാജും പോകാറില്ല. അതാണ് പ്രശ്നം. അപ്പം PGയെ പോലുള്ള ഒരു ചിന്തകനായി അദ്ദേഹം ആ പാർട്ടിയിൽ
എന്താണ് അദ്ദേഹത്തിൻ്റെ റൂട്ട് അതാണ്. അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുപോയിട്ട് MLA ആക്കാൻ ശ്രമിച്ചവർക്ക് വലിയ പരിക്ക് പറ്റും. ഇന്നത്തെ ദിവസം ഒറ്റ കാര്യം പറഞ്ഞെടുത്താൽ 263 ബൂത്ത് ഉണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ. 263 ബൂത്തിലും മൊത്തം ഇന്ന് കൺവെൻഷൻ നടത്തി കഴിഞ്ഞു UDF. മനസ്സിലാക്കണല്ലോ, അത്ര ഉജ്ജ്വലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ശരി ഷാഫിജനാഥം. അല്ല, ഞാൻ പറയുന്നത് ഈ പറയുന്ന PB അൻവറിനെ 2 തവണ കഴിഞ്ഞ തവണ PB അൻവർ അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ PB അൻവർ അവിടെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആഫ്രിക്കയിൽ എന്തോ ആഫ്രിക്കയിൽ എന്തോ പരിപാടിക്ക് പോയതായിരുന്നു. അവിടെ മെക്കാനിസം ചലിപ്പിച്ചതാരാ? അത് സനോജിന്റെ പാർട്ടിയാണ്. സനോജ് അടക്കമുള്ളവർ നിന്നാണ് മെക്കാനിസം ചലിപ്പിച്ചതും PB അൻവറിനെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് UDFന് ഒപ്പം തന്നെ LDFന്റെയും സംഘടനാ മിഷനറിയിൽ സംശയം വേണ്ട. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ BNS ആ ഒരു പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളും സാംസ്കാരിക നായകന്മാർ വാതുറക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെ ശ്രീ രാജു പി നായരും ശ്രീ ഷാഫി ചാലിയും ഏതാണ്ട് ഒരുപോലെ പറയുന്നത് ദാർശനികതയും നിലപാടും കൊള്ളാം, പക്ഷേ മനുഷ്യനെ പുലി പിടിക്കാൻ ഇറങ്ങുമ്പോഴേക്കും ദാർശനികത പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം കാര്യമുണ്ടോ? നിലപാടുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതൊരു ചോദ്യമല്ലേ ശ്രീ ഭാസ്കർ? അത് വരും ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് മുഖത്ത് ഉയരാൻ പോകുന്ന ചോദ്യമല്ലേ? ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സഖാവ് M സ്വരാജ് ഷാഫി ചാലിയത്തിന്റെ വാക്കുകളിലൂടെ തന്നെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം അദ്ദേഹം സഖാവ് M സ്വരാജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നന്മ നിറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമാണ്. ഒന്ന് പെട്ടെന്ന് ശരിയാക്കാവോ? ശ്രീ രാജു പി നായർ, എന്തായാലും അവിടെ ഇപ്പം നിലമ്പൂരിൽ ഡോക്ടർ ഷിനാസോ അല്ലെങ്കിൽ ഞാൻ മോശക്കാരെന്ന് പറയുകയല്ല, ഡോക്ടർ ഷിനാസോ ഷെറാണ റോയിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉള്ളതിനേക്കാൾ ഇപ്പോൾ ശ്രീ രാജു പി നായർ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി ഇറങ്ങുമ്പോൾ അവിടെ ഒരു സർപ്രൈസ് ഫാക്ടർ ഉണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നു, അവിടെ പോയി ഇറങ്ങുന്നു, അവിടെ കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യത, ആദ്യം തന്നെ രാഹുലിൻ്റെ വലിയ ഒരു മെഗാ റാലി, അതൊക്കെ ഞാൻ പറഞ്ഞ ഈ തിയേറ്ററിക്സും ബൈ ഇലക്ഷനിൽ ഒരു കാര്യമാണല്ലോ ശ്രീ രാജു പി നായർ. ആ സർപ്രൈസ് ഫാക്ടർ ആര്യാടൻ ഷൗക്കത്തിൽ ഇല്ലാതെ പോയി. അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. ആര്യാടൻ അവിടെ പഞ്ചായത്ത് മെമ്പറായി മത്സരം ജയിച്ച് പഞ്ചായത്ത് അധ്യക്ഷനായി അവിടെ ആൾക്കാരെ അറിഞ്ഞ ആ സർപ്രൈസ് ഫാക്ടർ അവിടെ ഉണ്ടായില്ല. പക്ഷേ ഈ പറയുന്ന സ്വരാജ് സർപ്രൈസ് ഫാക്ടറാണ്. നാളെ പോയി ഇറങ്ങുമ്പോഴേക്കും LDF അവർക്ക് കഴിയാവുന്ന പോലെ ജനസാഗരം തീർത്ത് സ്വരാജിനെ സ്വീകരിക്കും. ഇതൊക്കെ ഒരു ഫാക്ടർ ആവില്ലേ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ശ്രീ രാജു പി നായർ? ഹാഷ്മി, ഒരാൾ ജനിച്ച് വളർന്ന മണ്ഡലത്തിൽ അയാൾ സർപ്രൈസ് ഫാക്ടർ ആവണമെന്ന് പറഞ്ഞാൽ ആ നാടുമായിട്ട് എത്രമാത്രം ബന്ധമില്ലെന്നല്ലേ ഹാഷ്മി ട്രോൾ ചെയ്തതല്ലേ സ്വരാജിനെ? എനിക്ക് മനസ്സിലായി. ട്രോൾ ചെയ്യാണ്. കാരണം ജനിച്ചു വളർന്ന മണ്ഡലത്തിൽ മനുഷ്യനെ അറിയാത്തൊരു സർപ്രൈസുകാരനാണെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ ഹാഷ്മി? ബൈ ഇലക്ഷനിൽ സർപ്രൈസ് ഫാക്ടർ ഒരു ഘടകമാണ് ശ്രീ രാജു പി നായർ. ഞാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലായി പറഞ്ഞത്. പാലക്കാട് പോയി ഇറങ്ങുമ്പോൾ അതൊരു പുതുമയുണ്ട്. ബൈ ഇലക്ഷനോ ഇലക്ഷനോ ആയിക്കോട്ടെ ഹാഷ്മി, ബൈ ഇലക്ഷനോ ആയിക്കോട്ടെ, അയാൾ ജനിച്ചു വളർന്ന മണ്ഡലത്തിൽ സർപ്രൈസ് ആവുന്നു പറഞ്ഞാൽ ജനമായിട്ട് അത്രമാത്രം ബന്ധമില്ലാത്ത ഒരാളല്ലേ ഹാഷ്മി? എന്ന് നോക്കൂ, ഞാൻ അദ്ദേഹത്തിന്റെ ദാർശനികതയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതേതരത്വം ഒക്കെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, കേരളത്തിന്റെ ADGP ആയിട്ടുള്ള ഒരാൾ തീവ്രവാദി സംഘടനയായ RSSന്റെ 2 തലമുതിർന്ന നേതാക്കന്മാരെ 10 ദിവസത്തിനുള്ളിൽ കണ്ടതിനു ശേഷം സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുത്തു സ്വീകരിച്ചു? അതിനോട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? മതേതരത്വത്തിന്റെ ഒക്കെ നിലപാടെടുക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം തെറ്റ് ചെയ്യുമ്പോഴാണ് നിലപാടെടുക്കുക. ഒരു കാര്യം ഞാൻ ഹാഷ്മിയോട് ഉറപ്പിച്ചു പറയാം, ഈ അജിത് കുമാറിന്റെ സംഭവം ഉണ്ടാകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ അതിന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തരമന്ത്രിക്കെതിരെ ആദ്യം ശബ്ദം ഉയർത്തുന്ന ആളുകളിൽ ഒരാൾ ഞാനായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിലൊരു RSSന്റെ തീവ്രവാദി സംഘത്തിന് കേരളത്തിൽ ഇടം കൊടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാത്ത മതേതരത്വം എന്തിനാ സ്വരാജിന്റെ മതേതരത്വം കേരളത്തിന്? രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞത്ത് ആ ഉദ്ഘാടനത്തിന് ആദ്യം വന്നിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അങ്ങ് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തില്ല, എന്തിനാണ് നരേന്ദ്രമോദിയെ കെട്ടിയെടുക്കാൻ ഈ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ കൊണ്ട് ഇടം കൊടുത്തത് എന്ന് ചോദിക്കാൻ കഴിയാത്ത മതേതരത്വം എന്തിനാണ് നമുക്ക് ആവശ്യമുണ്ടോ? ഞാൻ വലിയ മതേതരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറി നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ പാർട്ടിയോ സമൂഹത്തിലോ അത്തരത്തിൽ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്രമാത്രം വലിയ അവസ്ഥ ഉണ്ടാവുമ്പോൾ അത് ചോദിക്കാൻ നട്ടെല്ലിന് ഉറപ്പില്ലെങ്കിൽ ആ മതേതരത്വം കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് കാര്യം ഹാഷ്മി? മുനമ്പത്ത് ആ ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത് മുഴുവൻ ഇസ്ലാമോഫോബിയ കത്തിച്ചു ഇല്ലേ, വലിയ രീതിയിൽ കത്തിച്ചു. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 സംസാരിക്കണമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് അന്ന് പിണറായി വിജയനോട് ചോദിക്കാൻ കഴിയാത്ത മതേതരത്വം നമുക്കെന്തിനാ? അപ്പം മതേതരത്വം എന്ന് പറയുന്നത് വെറുതെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒന്നല്ല. പൊതുരാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തകർ അതിനെ ഉയർത്തിപ്പിടിക്കാനും അത് ലംഘിക്കപ്പെടുന്നത് ചോദ്യം ചെയ്യാനുള്ള ആർജവമാണ്.
ആ ആർജവം സ്വരാജിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മതേതരത്വം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഗുണമുണ്ടാകും, സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇവിടെ ഷാഫി ചാലിയവും ഞാനും പറഞ്ഞല്ലോ, നിലമ്പൂരിലെ വിഷയങ്ങൾ ഇടപെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ജനവുമായിട്ട് യാതൊരു, അതുകൊണ്ടാണ് അങ്ങ് സർപ്രൈസ് ഫാക്ടർ എന്ന് പറഞ്ഞത്. ഹാഷ്മി ഒന്ന് തൃപ്പൂണിത്തുറയിൽ വന്നിട്ട് തൃപ്പൂണിത്തുറയിലെ ഏതെങ്കിലും ഓട്ടോ സ്റ്റാൻഡുകളിൽ കിടക്കുന്ന ഓട്ടോറിക്ഷക്കാരനോട് എം സ്വരാജ് MLA ആയിരുന്നപ്പോൾ അയാൾ താമസിച്ചിരുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചു നോക്കണം. നിങ്ങളൊരു സ്റ്റോറി ചെയ്യാം. ഈ തൃപ്പൂണിത്തുറയുള്ള ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ അത് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരാം. തൃപ്പൂണിത്തുറക്കാർക്ക് എന്താ പറയുക, കണ്ടു കിട്ടാൻ കഴിയാത്ത ഒരു MLA. അതുകൊണ്ടാണല്ലോ ആ പാർട്ടിക്കകത്ത് തന്നെ ചില ആൾക്കാർ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാതെ പോയതും അവർക്കെതിരെ പിന്നെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നത് ഇല്ലേ? ഇപ്പൊ അൻവറിനെ കുറിച്ചാണ് സനോജിന്റേത്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് പറയുമ്പോൾ അൻവറിനെ കുറിച്ചാണ്. അൻവറിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ തൃപ്പൂണിത്തുറയിൽ സ്വരാജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് സ്വരാജിനെ പരാജയപ്പെടുത്താൻ നീക്കമുണ്ടായിരുന്നോ? അല്ല, അങ്ങ് ഇത് പറഞ്ഞാൽ മതി. അങ്ങ് ഇത് പറഞ്ഞ സ്വരാജിനെ പരാജയപ്പെടുത്താൻ അങ്ങയുടെ പാർട്ടിക്കകത്തു നിന്ന് CPM-നകത്തു നിന്ന് നീക്കമുണ്ടായിരുന്നോ? അങ്ങ് പറയൂ. നീക്കമുണ്ടായിരുന്നോ എന്ന് അങ്ങ് പറയൂ. എന്തായാലും അങ്ങ് ഇടപെടുകയാണല്ലോ, അപ്പൊ ഇതൊന്ന് പറയൂ. അല്ല ശ്രീ VK സനോജ്, ഞാൻ പറഞ്ഞു ഇതൊക്കെയും ബാക്കി 20 ദിവസങ്ങളിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോകുന്ന രൂക്ഷമായ വാക്പോരാണ്. ആ വാക്പോരിൽ ഉയരാൻ പോകുന്ന വാദമുഖങ്ങളാണ് കേട്ടോ ശ്രീ രാജു പി നായരും ശ്രീ ഷാഫി ചാലിയും പറഞ്ഞത്. ശ്രീ സനോജ്. അല്ല ഹാഷ്മി, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ സംഭവിച്ചത് സ്വന്തം പാർട്ടിക്ക് പോലും അനഭിമതനായിട്ട് വിമതപ്രവർത്തനം ഉണ്ടായി. തൃപ്പൂണിത്തുറയിൽ നിന്ന് ജനങ്ങൾ പരാജയപ്പെടുത്തുകയാണ്. ആ പരാജയപ്പെടുത്തിയ MLA ഇപ്പൊ നിലമ്പൂർ അവതരിപ്പിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ ഉണ്ടായ പരാജയത്തെക്കാൾ കൂടുതൽ വലിയ പരാജയം അവിടെ ഇതാണ്. തൃപ്പൂണിത്തുറയേക്കാൾ വലിയ തിരിച്ചടി സ്വന്തം ജന്മനാട്ടിൽ കിട്ടും. അതിനകത്ത് യാതൊരു സംശയവും ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അൻവറിന്റെ നിലപാട് കൊണ്ട് CPM-ൽ നിന്ന് ഭിന്നിച്ചു പോകുന്ന വോട്ടുകൾ പിടിച്ചു നിർത്തുക. അതിനു വേണ്ടിയിട്ട് പാർട്ടി ചിഹ്നമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. രാജു പി നായരെ, ഇത് പാർട്ടി വേറെയാണ്. നിങ്ങൾക്ക് ഉള്ളിലെ സംഘർഷങ്ങൾ, നിങ്ങൾക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ എത്ര ആളുകൾ നിങ്ങൾ തന്നെ തോൽപ്പിച്ചു. അപ്പം നിങ്ങളുടെ പാർട്ടി പോലെയാണ്, നിങ്ങളുടെ മുന്നണി പോലെയാണ് എല്ലാ മുന്നണിയും എന്ന് നിങ്ങൾ ധരിച്ചേക്കരുത്. ഏതായാലും നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് അധികം ഞാൻ കടക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വേണ്ട ഉത്തരം വേറെയാണ്. നിങ്ങൾ നേരത്തെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ അതൊക്കെ അവിടെ വെച്ചേ അതൊക്കെ അവിടെ വെച്ച രാജു പി നായരെ, നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നോടുകൂടി നിങ്ങളുടെ ക്യാമ്പ് ആകെ അങ്കലാപ്പിലാണ്. നിങ്ങൾ ഇങ്ങനെ പല നമ്പറുമായിട്ടും വരും. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നമ്പറിൽ ഞാൻ ഇപ്പൊ കൊത്തുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, ഞാനാണെങ്കിൽ മറ്റേ ഉമ്മൻചാണ്ടിയെ തിരുത്തിയേനെ, ഞാനാണെങ്കിൽ ഇപ്പോഴുള്ള KPCC പ്രസിഡന്റ് തിരുത്തിയേനെ എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ സ്വരാജിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞത്. സ്വരാജിനെ കുറിച്ച് രാഷ്ട്രീയ നിങ്ങൾ പറഞ്ഞല്ല, നിങ്ങൾ ഇടയിൽ പറയല്ല. ഞാൻ തീരുമാനിക്കും ഞാൻ എന്തിലൊക്കെ പറയണം. ഞാൻ നിങ്ങൾ ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മാത്രം ഇരിക്കുന്ന ആളല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇറക്കി വേറെ ആളെ നോക്കണം. മനസ്സിലായില്ലേ? ഞാൻ പറയാം, ആയിരുന്നെങ്കിൽ നിലപാട് പറഞ്ഞേനെന്ന്. എന്ത് നിലപാട് പറയാൻ? നിങ്ങൾ സെൻകുമാറിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിലപാട് പറഞ്ഞു? സെൻകുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിക്കാൻ ലീഗിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഹാരിസ് ബീരാൻ. ആ ഹാരിസ് ബീരാൻ ഇപ്പൊ ആരാണ്? അപ്പൊ ഹാരിസ് ബീരാൻ അന്ന് സെൻകുമാറിന് വേണ്ടി കേസ് വാദിച്ചത് തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് സ്വരാജിനെ വിമർശിക്കൂ. അവിടെ നിങ്ങൾ വലിയ നിലപാടിന്റെ ആളാണ്. ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോ വന്യജീവി പ്രശ്നം പറഞ്ഞല്ലോ, മേനകാ ഗാന്ധി അല്ലേ? മേനകാ ഗാന്ധി എന്ന് പറഞ്ഞാൽ അവരാണല്ലോ ഈ നിലപാടൊക്കെ ഈ നിലയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ നിങ്ങളുടെ രാഹുൽ ഗാന്ധി, ഈ നിലമ്പൂർ മണ്ഡലം ഉൾപ്പെടെ വരുന്ന പ്രദേശത്തെ നേരത്തെ MP രാഹുൽ ഗാന്ധി, ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരി
ആരാ? പ്രിയങ്ക ഗാന്ധി. അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ ചോദിച്ചോ? അവരുടെ ബന്ധു ആയതുകൊണ്ടാണോ? ഗാന്ധി കുടുംബത്തിലെ BJP MP അല്ലേ ഇപ്പൊ അവര്? മേനകാ ഗാന്ധി അവരല്ലേ നിലപാട് സ്വീകരിക്കുന്നത്? അവർക്കെതിരായിട്ട് രാഹുൽ ഗാന്ധിക്കോ മറ്റേ ഈ പ്രിയങ്ക ഗാന്ധിക്കോ എന്തെങ്കിലും വർത്താനുണ്ടോ? പാർലമെന്റിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നിങ്ങളുടെ നിലപാടെല്ലാം പൊള്ളത്തരമാണ്. പിന്നെ സ്വരാജ് അവിടെ പോയിരുന്നു, ഇവിടെ പോയിരുന്നു ചോദിച്ചാൽ സ്വരാജ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ചാണ്. സ്വരാജിന്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരമാണ്. അതുകൊണ്ട് സ്വരാജ് എല്ലാ ദിവസവും ഈ നിലമ്പൂർ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളല്ല. അതിപ്പോൾ ആർക്കാ അറിയാത്തത്? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ പറയുന്ന അതേ ലോജിക്കാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ ആനകുത്തി മരിച്ച വീട്ടിലൊക്കെ വന്നിട്ടാണോ അവിടെ മത്സരിച്ചത്? പ്രിയങ്ക ഗാന്ധി ഇപ്പം മത്സരിച്ചല്ലോ ഇവിടെ. ഈ നിലമ്പൂരിലും ഈ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ഇത്തരം പ്രദേശങ്ങളൊക്കെ പോയിട്ടാണോ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായത്? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളെ ലോജിക്ക് വെച്ചാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ? ന്യായങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്വരാജിന്റെ രാഷ്ട്രീയ നിലപാടൊന്നും ചോദ്യം ചെയ്യാൻ നിങ്ങളായിട്ടില്ല. അതിനെന്താ? സ്വരാജ് എവിടെയൊക്കെ പോയിട്ടില്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സ്വരാജ് വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. സ്വരാജ് ഇനിയും സന്ദർശിക്കും. പിന്നെ സ്വരാജ് എല്ലാ ദിവസവും നിലമ്പൂരിലുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഇല്ല. പുലി ഇറങ്ങുന്ന ദിവസം ചിലപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ഉണ്ടാവും. സ്വരാജ് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും. സ്വരാജിന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇവിടെ വന്ന് പുലിയെ കാണാൻ പറ്റുമോ? അപ്പൊ അത്തരം കാര്യങ്ങളൊന്നല്ല ഇവിടെ ചർച്ച. ഇവിടെ ഗൗരവമായ രാഷ്ട്രീയ നിലപാടാണ്, വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്, വർഗീയതയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം സ്വരാജ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലി ഇറങ്ങിയ സമയത്ത് സ്വരാജ് ഇവിടെ ഉണ്ടായിരുന്നില്ല, സ്വരാജ് തിരുവനന്തപുരത്തായിരുന്നു. അതിന് മുന്നത്തെ ആഴ്ച പുലി ഇറങ്ങിയപ്പോൾ സ്വരാജ് കൊച്ചിയിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ എന്ത് മറുപടി ഞാൻ പറയേണ്ടത്? അതുകൊണ്ട് രാജു പി നായർ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിങ്ങോട്ട് വരണ്ട. സ്വരാജ് ആരാണ്, സ്വരാജ് എന്താണ് എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. ഷാഫി ചാലിയം ആദ്യ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സ്വരാജിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനെ, അത്തരം നിലപാട് പറയാൻ തയ്യാറായ ഷാഫി ചാലിയത്തിന്റെ ധൈര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു, അത് ഞാൻ അഭിനന്ദിക്കുന്നു, അത് സ്വാഗതാർഹമാണ്. ഷാഫി ചാലിയം ആ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചല്ലോ. ആ അഭിപ്രായമാണ് ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഉള്ളത്. അതുകൊണ്ട് ലീഗിന്റെ അണികൾക്കുൾപ്പെടെ UDFിലെ മതനിരപേക്ഷവാദികളായിട്ട് ആളുകൾക്കുൾപ്പെടെ ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. സ്വരാജ് എന്തോ പാർട്ടിയിൽ വിഭിന്നമായിട്ട് ഒരാളാണ്, സ്വരാജിനെ നേരത്തെ പാർട്ടി തോൽപ്പിച്ചു കളഞ്ഞു എന്നെല്ലാമുള്ള വാദങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ അതൊന്നും നിലമ്പൂരിൽ ഏശാൻ വേണ്ടി പോകുന്നില്ല. സുന്ദരന്റെ കാര്യം രാജു പറഞ്ഞായിരുന്നു, നമുക്ക് അതിന്റെ കൂടുതൽ ദിവസം പിന്നെ വരാം. എന്തായാലും ഒരു കാര്യം അല്ല, നമ്മൾ ഈ പറയുന്ന വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിനൊപ്പം, നമ്മൾ ആശയത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം, നമ്മൾ നിലപാടിന്റെ രാഷ്ട്രീയത്തിനൊപ്പം മലയോര മേഖലയിൽ മനുഷ്യനെ പുലിപിടിക്കുന്നതും ചർച്ചാ വിഷയമാണ്. അത് നമുക്ക് അതാണോ വലുത് ഇതാണോ വലുത് എന്ന് നമുക്ക് കരുതാനും കഴിയില്ല കേട്ടോ ശ്രീ സനോജ്. ഞാൻ തിരികെ എത്തും ഷാഫിയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. You are watching 24. അതിനിടയിൽ PV അൻവർ മാധ്യമങ്ങളെ കാണാനാണെന്ന് ഇരുന്ന പോലെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് പോയി. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. നാളെ രാവിലെ കാണാനാണെന്നാണ് അറിയുന്നത്. എന്തോ ട്രിവാൻഡ്രംകാർ പറയുന്ന പോലെ എന്തോ പോട്ടെ. ഞാൻ ഷാഫി ചാലിലേക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ BN അസ്കറിലേക്ക് ഒന്ന് പോകുന്ന ആ പ്രശ്നം പരിഹരിച്ചെന്ന് തോന്നുന്നു. ശ്രീ BN അസ്കർ, ഇവിടെ ആര്യാടൻ ഷൗക്കത്തും എന്താ പറയുക, ഒന്നാം തരം കലാകാരനാണ്. എണ്ണം പറഞ്ഞ തിരക്കഥകൾ എഴുതിയ എണ്ണം പറഞ്ഞ സിനിമാക്കാരനാണ്. മനുഷ്യവേദനകൾ അറിയാവുന്ന മനുഷ്യനാണ്. താഴെത്തട്ടിൽ പൊരുതി വന്ന നേതാവാണ്. ഒട്ടും മോശക്കാരനായ നേതാവല്ല. സ്വരാജും ഏതാണ്ട് തുല്യം കട്ടക്ക് നിൽക്കുന്ന നേതാവാണ്. ഒരു കാര്യം, നമ്മൾ ഈ ആര് ജയിക്കും ആര് തൂക്കുമെന്ന ചർച്ചയ്ക്കപ്പുറം അടുത്ത 20 ദിവസം നമ്മൾ നിലമ്പൂരിൽ കാണാൻ പോകുന്നത് നല്ല ക്വാളിറ്റി രാഷ്ട്രീയമാകും എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ ശ്രീ BN അസ്കർ? ഇല്ല, ഒരിക്കലും ഇല്ല ഹാഷ്മി. ഇതിൽ കാണേണ്ടത് സ്വരാജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി ഇപ്പോൾ നേരത്തെ ശ്രീ ഷാഫി ചാലിയുമൊക്കെ നന്മ വാക്കുകൾ ഉപയോഗിച്ചിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള മതേതര മനസ്സുകൾ UDFിൻ്റെ പ്രവർത്തകരായി നിലമ്പൂരിലുണ്ട്. ആ മതേതര മനസ്സുകൾ കൃത്യമായും സ്വരാജിനൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജ് വിജയിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരത്തിൽ ആണ് നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ശ്രീ രാജു പി നായർ പറഞ്ഞു, ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം വളരെ പരാജയനായിരുന്നു. 2016 മുതൽ 21 വരെയുള്ള നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ സ്വരാജ് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ നിയമസഭാ രേഖകളിലുണ്ട്. മാത്രമല്ല, തൃപ്പൂണിത്തുറയിലെ വികസനങ്ങൾ 2016 മുതൽ 21 വരെ നടന്നിട്ടുള്ള വികസന കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു MLA എന്ന നിലയിലുള്ള നിലപാടുകൾ. അദ്ദേഹം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ വന്യജീവിയുടെ പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. നിശ്ചയമായി അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന വന്യജീവി ആക്രമണങ്ങളെ നേരിടണമെങ്കിൽ കേന്ദ്ര നിയമത്തിൻ്റെ മാറ്റമുണ്ടായേ പറ്റുള്ളൂ. അതറിയാത്തവരല്ല നമ്മളാരും. പക്ഷേ വികസിത രാജ്യങ്ങളിൽ സമീപിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ സമീപിക്കുന്നതിനുള്ള ഒരു സമീപനം
അവതരിപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ നിന്നൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് നമുക്ക് ആവശ്യമുള്ളത്. വന്യജീവികൾ വനത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെ നമുക്ക് നിർത്താം? ഫെൻസിങ് കൊണ്ടൊന്നും അക്കാര്യത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് കരുതുന്നത് വളരെ കുറഞ്ഞ പക്ഷം മാത്രമേ അക്കാര്യത്തിൽ ചെയ്ത് തീർക്കാനാവൂ. മാത്രമല്ല, ഇപ്പം നമുക്ക് വന്യജീവികളെ എത്തരത്തിൽ നേരിടാൻ കഴിയും, എത്തരത്തിൽ വന്യജീവികളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിനിപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് എഴുതിയിട്ടുണ്ട്. അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ള അനുവാദം നൽകണം സംസ്ഥാന സർക്കാരിന്. ഇപ്പോൾ നേരത്തെ കാട്ടുപന്നിയൊക്കെ വെടിവെച്ചിരുന്നത് പോലെ അത്തരത്തിൽ അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കത്തെഴുതിയിട്ടുണ്ട്. അതിൻ്റെ നടപടി നിയമവകുപ്പ് വനം വകുപ്പും കൂടി ചേർത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പറയുന്നത് കേരള സർക്കാർ അത്തരത്തിൽ വന്യജീവി ആക്രമണത്തിന് തടയിടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നിലപാടും എടുക്കുന്നില്ല എന്ന് പറയുന്നത്. അത് ഇപ്പോൾ വനമേഖല കൂടി നിൽക്കുന്ന ഭാഗമായി എന്നതിൽ നിലമ്പൂരിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ സാംസ്കാരിക രംഗത്താണെങ്കിലും സാമൂഹ്യ രംഗത്താണെങ്കിലും അതുപോലെ രാഷ്ട്രീയ രംഗത്താണെങ്കിലും എം സ്വരാജിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചാണ്. അദ്ദേഹം നേരത്തെ സനോജ് എന്നെ സൂചിപ്പിച്ചു, അദ്ദേഹം തിരുവനന്തപുരത്തും എറണാകുളത്തും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾ. നിലമ്പൂരിൽ തൻ്റെ ജന്മനാട്ടിൽ എപ്പോഴും ഓടിയെത്താൻ കഴിയുമോ? മാത്രമല്ല, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനുള്ള സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അൻവറിനെ വിജയിപ്പിച്ചെടുക്കാനായിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം നിർത്തുമ്പോൾ നിശ്ചയമായും ഇടതുപക്ഷത്തിന് CPMൻ്റെ പ്രവർത്തകർക്ക് ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും തീവാറും എന്നുള്ളതിലൊരു സംശയം. നമുക്ക് എനിക്ക് വന്യജീവി പ്രശ്നത്തിൽ എനിക്ക് മറുചോദ്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ അതിൽ പോകാത്തത് അത് കുറച്ചുകൂടി വിശാലമായ വിഷയമാണെന്നും അത് പിടിച്ചാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഷാഫി ചാലിയം, ഇവിടെ ശ്രീ ഷാഫി ചാലിയത്തെ പറ്റി ശ്രീ ഹസ്കറും ശ്രീ VK സരോജും പറഞ്ഞതിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം സെൻകുമാറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇപ്പോൾ എം സ്വരാജ് നിലമ്പൂർ പ്രശ്നമുണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് വന്നില്ല, അല്ലെങ്കിൽ പുലിയാക്രമണം വന്നപ്പോൾ ഈ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ല, അല്ലെങ്കിൽ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ കാലിലെ പല നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തിയില്ല എന്നൊക്കെ പറയാമെങ്കിലും ചില കാര്യങ്ങളിൽ ചില നിലപാട് ആരും പറയാതിരിക്കുമ്പോൾ പറയുക എന്നൊരു പ്രസക്തി ഉണ്ടല്ലോ. ശ്രീ ഇപ്പോൾ വരുന്നൊരു വാർത്ത ചർച്ച വഴിമുട്ടുന്നു എന്നുള്ളതാണ്. അസോസിയേറ്റ് അംഗമാക്കണമെന്നുള്ള നിർദ്ദേശം PV അൻവർ അംഗീകരിക്കില്ല, പൂർണ്ണ ഘടകകക്ഷിയാക്കണം, ചർച്ചകൾ തുടരുമെന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ വഞ്ചി ഇപ്പോൾ തിരുനക്കർ തന്നെയാണ്. ഞാൻ ചോദിച്ചു വന്നത് ശ്രീ ഷാഫി ചാലിയം, ഇവിടെ ഹമാസ് ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരൊറ്റ ഉദാഹരണം ഹമാസ് ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ പലസ്തീൻ ഹമാസ് ചരിത്രം എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മളടക്കം ഞെട്ടുന്ന സമയത്ത് എം സ്വരാജ് കല്ലേറ് കൊള്ളുമെന്ന് ഉറപ്പുണ്ടായിട്ടും പേടിയില്ലാതെ പറയുന്നുണ്ട്. 3/4 നൂറ്റാണ്ടായി കണ്ണീരും ചോരയും മൃതശരീരങ്ങളും മാത്രം കാണുന്ന ജനതയാണവർ. സ്വന്തം രാഷ്ട്രം അപഹരിക്കപ്പെടുന്നതിന് സാക്ഷിയാകേണ്ടി വന്നവർ, സഹോദരങ്ങളായ 10,000 കൺമുന്നിൽ കൊല്ലപ്പെടുന്നത് ശ്വാസമടക്കി കണ്ടു നിൽക്കേണ്ടി വന്നവർ, സ്വന്തം രാജ്യവും തെരുവുകളും വീടും സഹോദരങ്ങളും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാണവർ. ആ സമയം അത് പറഞ്ഞാൽ കല്ലേറ് കൊള്ളും 100% ഉറപ്പുള്ള സമയത്ത് പറഞ്ഞാണ് സ്വരാജ്. അതൊരു ആർജവമല്ലേ ശ്രീ ഷാഫി ചാലിയം? ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ പാടില്ല. കാരണം ഇത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാട്, ആ നിലപാടിനെ പ്രശംസിച്ച വ്യക്തിയല്ലേ ഞാൻ. എന്നോട് തന്നെ ഈ ചോദ്യം ചോദിക്കണം. ഞാൻ വളരെ വേഗത്തിൽ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മിസ്റ്റർ സനോജ് പറയുകയുണ്ടായി, ഈ സെൻകുമാറിന് ലീഗിൻ്റെ വക്കീലായ ഹാരിസ് മിയാൻ ഹാജരായി എന്ന് പറഞ്ഞു. സെൻകുമാർ അന്ന് BJP അല്ല, റിട്ടയർഡ് ചെയ്ത ശേഷം അയാൾ BJP പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശ്രീലേഖ IPS നിങ്ങളെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് റിട്ടയർഡ് ചെയ്തത് നേരെ എടുക്കാൻ പോയത് BJP പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതവിടെ നിർത്ത്. ഇവിടെ സ്വരാജ് ചില വിഷയങ്ങളിലെടുത്ത നിലപാടിനെ പ്രശംസിക്കാൻ എനിക്കൊരു മടിയുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ, അദ്ദേഹത്തിൻ്റെ മൗനങ്ങൾ അതും കൂട്ടി ചർച്ച ചെയ്യപ്പെടണം, വേണ്ടേ? സനോജ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഷാഫി ചാലിയം സ്വരാജിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ നിങ്ങൾ അച്യുതാനന്ദൻ സ്വരാജിനെ കുറിച്ച് പറഞ്ഞത് യൂട്യൂബിൽ ഇപ്പോഴുണ്ട്. അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയോ? പിതൃശൂന്യം എന്നാ വിളിച്ചത്, മനസ്സിലാക്കണം. മുസ്ലിം ലീഗുകാരൻ അപ്പുറത്തുള്ളൊരു CPMകാരൻ്റെ നിലപാടിനെ പ്രശംസിക്കാൻ എനിക്ക് സാധിക്കില്ലെങ്കിൽ
അപ്പുറത്ത് തൃശ്ശൂർ മാധ്യമപ്രവർത്തനമാണ് ഉദ്ദേശിച്ചത്. അത് വേറെ സാധനം. ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. അല്ല, മറ്റേ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് അത്. സ്വരാജ് പറഞ്ഞ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നുണ്ട്. തടസ്സമുണ്ടാക്കൽ ലക്ഷ്മി, ഞാൻ പറയട്ടെ, അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ 1-2 പരാമർശങ്ങൾ കട്ട് ചെയ്തെടുത്ത് അല്ല, പോരാളി പിതൃശൂന്യൻ എന്ന് ഷാജി പറഞ്ഞിട്ടുണ്ടെന്നേ എനിക്കറിയാതെ. സ്വരാജ്. ഏയ്, ഞാൻ ഒരാളെ ശരിയല്ല. കൺഫ്യൂഷൻ ഒരാളിലെ നന്മകളുടെ അദ്ദേഹം ബുദ്ധിപരമായി മൗനം ആരംഭിച്ച വിഷയം കളമശ്ശേരി സ്ഫോടനം മിണ്ടിയില്ല. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പിറകിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ആരാണ് കള്ളപ്രചരണം പാടില്ല. പറയട്ടെ, ആരാണ് സ്വരാജിന്റെ പേര് പറഞ്ഞു? കളമശ്ശേരിയിലെ സ്ഫോടനത്തിന് പിറകിൽ ഹമാസ് ആണെന്നും ആ ഹമാസിന്റെ പിറകിൽ സ്വരാജ് ആണെന്ന് മറുനാടൻ TV പച്ചക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ അന്ന് ടെലിവിഷനിൽ വന്നിട്ട് ഈ അശ്മിനോടും അഭിലാഷിനോടൊക്കെ ഞാൻ വെല്ലുവിളിച്ചില്ലേ, ആ മറുനാടിന് കേസെടുക്കാൻ തയ്യാറുണ്ടോ? എലത്തൂർ സ്ഫോടന കേസ് മുണ്ടിയോ? പല ഗൗരവം നിറഞ്ഞ കേസിലും സ്വരാജ് മൗനം ആലോപിച്ചു. മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം വെല്ലുവിളിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിൽ നടന്നു. മിണ്ടിയോ? അപ്പം അദ്ദേഹത്തെ മിണ്ടിയ നിലപാട് പറഞ്ഞതിനെ അഭിനന്ദിക്കുകയും മൗനം ആലോപിച്ചതിനെ എതിർക്കുകയും പൊതുവെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നിലവിൽ നിലമ്പൂരിലെ പൊതുവായുള്ള അഭിപ്രായമാണ്. നിലമ്പൂരിൽ എല്ലാ ദിവസവും വന്ന് പോകണം നമ്മൾ പറയില്ല. ഒറ്റ കാര്യം, ആ പോത്തുകല്ല് പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് കൈ, കാല്, കുന്തം. ഒരു നാട് ആ ദുരന്ത സമയത്ത് പോലും അദ്ദേഹം അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് ഇന്ന് ഞാൻ ആ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഒരുപാട് ആളുകൾ വിളിച്ച് സ്ഥിരീകരിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവിടെ ഒന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിങ്ങൾക്ക് പറ്റിയില്ല ബന്ധ. അദ്ദേഹം നല്ലൊരു ദാർശനികനാണ്, ചിന്തകനാണ്. PG ഗോവിന്ദപ്പിള്ളയെ പോലെ കൈരളിയിൽ ഒരു TV ഒരു പ്രോഗ്രാം കൊടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അദ്ദേഹത്തെ നല്ലൊരു ജനപ്രതിനിധി. സമയപൂർവ്വം കഴിയാണ്. എനിക്ക് സനോജിലേക്കോ രാജു പി നായരിലേക്കോ ഒന്ന് പറയാൻ, എനിക്ക് രാജു പി നായരോട് ഒന്നുകൊണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചോദിക്കാൻ ഈ സമയം എന്തായാലും നമ്മൾ വരും ദിവസങ്ങൾ വീണ്ടും നമ്മൾ വരും ദിവസങ്ങൾ വീണ്ടും ഇരിക്കും. ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രിയങ്കരി എന്നൊക്കെ പറഞ്ഞ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ വടകരയിലെ ആ കാര്യങ്ങളൊന്നും കണ്ടതാണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ചർച്ചകൾ. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും നിൽക്കുമ്പോൾ അത് മഹനീയമായൊരു ജനാധിപത്യ പോരാട്ടം ആഗ്രഹിക്കുന്നതാണ്. അത് ആരും അങ്ങനെ അല്ലാതാക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എം സ്വരാജിന് പ്രത്യേകം നന്ദി. സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ UDF അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന് UDF നേതൃയോഗത്തിൽ തീരുമാനമാവുന്നുണ്ട്. അങ്ങനെയല്ല, പൂർണ്ണമായി ഘടകകക്ഷിയാക്കണം. അസോസിയേറ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, പൂർണ്ണമായി ഘടകകക്ഷിയാക്കണമെന്ന നിലപാടിൽ PV അൻവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. PV അൻവർ UDF ചർച്ച ഏതാണ്ട് വഴിമുട്ടുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ അല്പസമയം മുൻപ് PV അൻവർ മാധ്യമങ്ങളെ കാണാൻ വന്നിരുന്നതാണ്, എഴുന്നേറ്റ് പോയതാണ്. അപ്പോൾ എന്തോ കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും അത് പ്രശ്നമാവണം. എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരുപക്ഷെ ആ സിനേറിയോ മാറുമെന്നും ഒരുപക്ഷെ PV അൻവറിന് അക്കോമഡേഷൻ ഉണ്ടാകുമെന്നോ കരുതിയതാണ്. അങ്ങനെയല്ല. അസോസിയേറ്റ് ഘടകകക്ഷി എന്ന വാക്കൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ആരും അറിയില്ല. നമ്മൾ ചില ക്രിക്കറ്റ് ലീഗിലോ ഒക്കെ അങ്ങനെ കേൾക്കുന്നതല്ലാതെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു മുന്നണിയിൽ അസോസിയേറ്റ് ഘടകകക്ഷി എന്ന വാക്കുണ്ടോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ അസോസിയേറ്റ് ഇപ്പോൾ PV അൻവറിൻ്റെ ഭാഷയിൽ ബസ്സിൻ്റെ ഫുട്ബോളിൽ യാത്ര ചെയ്യാനാണെങ്കിൽ തന്നെയും UDF സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ ഈ പറഞ്ഞ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാം എന്ന നിലപാടിൽ നിൽക്കുകയാണ് UDF. അംഗീകരിക്കുന്നില്ല അൻവർ. അസോസിയേറ്റ് ഒന്നും മതിയാവില്ല, പൂർണ്ണ ഘടകകക്ഷിയാക്കണം എന്ന് നിൽക്കും. നാളെ എന്തായാലും അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കും. എന്തായാലും നിലമ്പൂർ കൂടുതൽ സർപ്രൈസിംഗ് ആവുകയാണ്, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. തീവാറും പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടക്കുകയാണ്. ഒരിക്കൽ കൂടി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.